വിജിൻ വായാന്തോടുണ്ട് സർവകലാശാലയിൽ നിന്ന്. വിജിൻ, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ രീതിയിൽ സുരക്ഷിതരിക്കൊണ്ട് അതെ, കോടതി വിധി കോടതി മറ്റൊരു തീരുമാനം അംഗീകരിക്കില്ല. ഇന്നലെ ഒരു ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് രാവിലെ സർവകലാശാലയിൽ എത്തിയപ്പോഴുള്ള രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ പ്രതികരണമാണ് കണ്ടത്. വിജിൻ വിവരങ്ങൾ നൽകും. വിജിൻ, അല്പസമയത്തിനുള്ളിൽ തന്നെ രജിസ്ട്രാർ KS അനിൽകുമാർ മാധ്യമങ്ങളെ കാണാനിടയുണ്ടോ? എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അല്പസമയം മുമ്പ് KS അനിൽകുമാർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അല്പസമയം മുമ്പ് KS അനിൽകുമാർ ഔദ്യോഗികത്തിനായി ഉള്ളിലേക്ക് പോയി. പക്ഷേ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. എന്തായാലും മിനി കാപ്പൻ നിലവിൽ ഈ സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ചുമതല ഏറ്റെടുക്കാൻ വന്നതുമില്ല. അങ്ങനെ നിലവിൽ സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം നേരത്തെ ഹൈക്കോടതി നൽകിയ അനുമതി പ്രകാരം സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് KS അനിൽകുമാർ ഇപ്പോൾ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാനായി എത്തിയിട്ടുള്ളത്. ഒരു ദിവസത്തെ അവധിയായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. ആ അവധി പക്ഷേ VC നിഷേധിച്ചിരുന്നു. സസ്പെൻഷനിലിരിക്കുന്ന ആൾക്ക് എങ്ങനെ അവധി നൽകാൻ കഴിയും എന്നുള്ളതായിരുന്നു അദ്ദേഹം ചോദിച്ചിരുന്നത്. പക്ഷേ അതിന് മറുപടിയായി സിൻഡിക്കേറ്റ് തന്റെ സസ്പെൻഷൻ റദ്ദാക്കിയിട്ടുണ്ട്, ഹൈക്കോടതിയിലും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയാണ് അദ്ദേഹം ഈ ചുമതല അവധി അപേക്ഷ പരിഗണിക്കണമെന്ന് വീണ്ടും കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ആ അവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ സർവകലാശാലയിൽ KS അനിൽകുമാർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ വൈസ് ചാൻസലർ ഇനി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം വൈസ് ചാൻസലർ ഇന്ന് രാവിലെയാണ് മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി ആ രജിസ്ട്രാറായി ഇപ്പോഴും KS അനിൽകുമാർ തുടരുന്നത് ഏത് തരത്തിൽ VC എതിർക്കും എന്നുള്ള കാര്യത്തിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. ഇപ്പോൾ VC ഗവർണറുമായി ഉള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം VC സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമോ എന്ന കാര്യം ഒക്കെ ഇനിയും അറിയാനുണ്ട്. നിലവിൽ എന്തായാലും അദ്ദേഹം ഇങ്ങോട്ട് എത്തും എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. ആലോചിച്ച് തീരുമാനമെടുക്കും എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. ഇങ്ങനെ ഒരു അസാധാരണ സാഹചര്യത്തിൽ ഒരുപക്ഷെ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അവധി കഴിഞ്ഞ് എന്തായാലും കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് അദ്ദേഹം വന്നിട്ടില്ല. നിലവിൽ ചുമതല വീണ്ടും ഏറ്റെടുത്തിട്ടുമില്ല. അങ്ങനെ വലിയ തരത്തിലുള്ള അനിശ്ചിതത്വമാണ് നിലവിൽ എന്തായാലും സർവകലാശാലയ്ക്കകത്ത് നിലനിൽക്കുന്നത്. വലിയ ഭരണ പ്രതിസന്ധിയും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് വിന്യാസം എല്ലാ ബ്ലോക്കുകളിലും പോലീസ് നടത്തിയിട്ടുണ്ട്. സുരക്ഷ നിരവധി പോലീസുകാരെ ഇവിടത്തേക്ക് നിയോഗിച്ചിട്ടുമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം SFI സമരവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ചയുണ്ട് എന്നുള്ള ആരോപണമൊക്കെ ഉയർന്നിരുന്നു. SFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയും അവിടെ വൈസ് ചാൻസലറുടെ ചേംബറിൽ ഉൾപ്പെടെ കയറുന്ന സാഹചര്യവുമൊക്കെയും വലിയ പ്രതിഷേധവും സംഘർഷവും ഒക്കെ അരങ്ങേറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് മുൻകൂട്ടി കണ്ടാണ് ഇത്തവണ ഈ DYFIയുടെയും അതുപോലെ തന്നെ ASFന്റെയും പ്രതിഷേധം ഒക്കെ ഉണ്ടാകും. സമാന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് സർവകലാശാലയിൽ എന്തായാലും വലിയ പോലീസ് സുരക്ഷ നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ പൂർണ്ണമായും പോലീസിനാൽ നിറഞ്ഞ ഒരു സ്ഥലമായി, ഒരു ആസ്ഥാനമായി കേരള സർവകലാശാലയുടെ ആസ്ഥാനം നിലവിൽ മാറിയിരിക്കുകയാണ്. പുറത്ത് DYFI പ്രതിഷേധം തടയാനായി നിരവധി പോലീസുകാരും ബാരിക്കേഡൊക്കെ വെച്ച് നിലയുറപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ രാജ്ഭവൻ ഇക്കാര്യങ്ങൾ കേരള സർവകലാശാലയിൽ ദൈനംദിനം നടക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നിലവിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് രാജ്ഭവനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വൈസ് ചാൻസലർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കട്ടെ. വൈസ് ചാൻസലർക്ക് അതിനുള്ള പൂർണ്ണ അധികാരമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വൈസ് ചാൻസലർ പോകട്ടെ എന്നതാണ് നിലവിൽ രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനപ്പുറം മറ്റൊരു ഇടപെടലിലേക്ക് ഇപ്പോഴെന്തായാലും കടക്കാൻ രാജ്ഭവൻ തീരുമാനിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റൊരു നടപടി ഉണ്ടാകുകയാണെങ്കിൽ, അതായത് വൈസ് ചാൻസലർ അസാധാരണമായ സംഭവമാണ്, വലിയ ഭരണ പ്രതിസന്ധിയാണ് സർവകലാശാലയിൽ നിലനിൽക്കുന്നത്, 2 രജിസ്ട്രാർമാർ ആയിരിക്കുന്ന സാഹചര്യമൊക്കെ രാജ്ഭവനെ ബോധ്യപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ചുമതലയിൽ നിന്ന് മാറിയ സിസ തോമസ് ഇക്കാര്യത്തിൽ 5 ദിവസം തൻ്റെ പ്രവർത്തന കാലയളവിൽ ഉണ്ടായിരുന്ന പൂർണ്ണമായ റിപ്പോർട്ട് രാജ്ഭവന് നൽകിയിരുന്നു. പക്ഷേ അതിൽ ഇക്കാര്യം അടിയന്തര സാഹചര്യമാണ്, അസാധാരണ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷവും രാജ്ഭവൻ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. രാജ്ഭവൻ ലഭിച്ച നിയമോപദേശം നിലവിൽ വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സർവകലാശാല ആസ്ഥാനത്ത്. ഷിജോ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഷിജോ, പുറത്തെന്താണ് സ്ഥിതി? DYFIയുടെയും അതുപോലെ തന്നെ ASFന്റെയും ഒക്കെ പ്രതിഷേധ മാർച്ച് നേരിടാനൊരുങ്ങുകയാണോ പോലീസ്? നമ്മൾ കണ്ടതാണ്. ഇനിയുള്ള
ദിവ്യ, കനത്ത സുരക്ഷയിലാണ് കേരള സർവകലാശാല ആസ്ഥാനം. കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകർ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് ഒരു പ്രതിഷേധം നടത്തിയപ്പോൾ അത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് സാഹചര്യങ്ങൾ പോയിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനൊരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കനത്ത ബന്ദോബസ്തിലാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് പോലീസ് സുരക്ഷാ വലയം തീർത്തിട്ടുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കേരള സർവകലാശാല ആസ്ഥാനത്തിന്റെ മുൻപിലത്തെ പ്രധാന കവാടമാണ്. പ്രധാന കവാടം പൂർണ്ണമായിട്ട് ബാരിക്കേഡ് കൊണ്ട് പോലീസ് പ്രതിരോധം തീർത്തിട്ടുണ്ട്. ഒന്നും രണ്ടും ബാരിക്കേഡൊന്നുമല്ല, അകത്തും പുറത്തുമായിട്ട് രണ്ട് ലെയറായിട്ട് ബാരിക്കേഡ് കൊണ്ട് വടം കെട്ടി മുറുക്കി ഒരു തരത്തിലും പ്രവർത്തകർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രതിരോധം പോലീസ് അപ്പോൾ നിലവിൽ തീർത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനകത്ത് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ ചാടിക്കടന്ന് വേണമെങ്കിൽ അപ്പുറത്തേക്ക് പോകണം എന്ന രീതിയിലേക്കുള്ള ഒരു സുരക്ഷ ഇപ്പോൾ പോലീസ് സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിൽ തീർത്തിട്ടുണ്ട്. ഒരു തരത്തിലും ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അകത്തേക്ക് കടക്കാൻ കഴിയാത്ത ഒരു പ്രതിരോധം പോലീസ് തീർത്തിട്ടുണ്ട്. നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ, വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ, വനിതാ പോലീസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് ഇവിടേക്ക് വരുമ്പോൾ പ്രതിഷേധം അതിരുവിട്ടു പോയാൽ ജലപീരങ്കി പ്രയോഗിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിൽ തീർത്തിട്ടുണ്ട്. വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അത്തരമൊരു വിലയിരുത്തൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം CPM സംസ്ഥാന സർക്കാരും ഗവർണറിന്റെ തിട്ടൂരത്തിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് എടുത്തതോടുകൂടി വിദ്യാർത്ഥി യുവജന സംഘടനകളെ അണിനിർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം SFIയുടെ പ്രതിഷേധത്തിലൂടെ നൽകിയതാണ്. അതിന്റെ തുടർച്ചയെന്നോണമാണ് SFIക്ക് പിന്നാലെ DYFI കൂടി ഈ ഗവർണർക്കും വൈസ് ചാൻസലർക്കും എതിരായിട്ടുള്ള പ്രതിഷേധം ഏറ്റെടുക്കുന്നത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അല്പസമയത്തിനകം DYFI പ്രവർത്തകർ ഇവിടേക്ക് വരും.